എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ടാറ്റ നാനോയാണിത്. ഇതിൻ്റെ സ്റ്റാർട്ടർ കംപ്ലൈൻ്റ് ആയിരുന്നു. സ്റ്റാർട്ടർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന് അഴിച്ച് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഓയിൽ ഫിൽറ്റർ അഴിക്കണം. ബാക്കി ഇവിടെയുള്ള സാധനങ്ങൾ ത്രോട്ടൽ ബോഡി എല്ലാം അഴിക്കണം ഇവിടെയുള്ളത്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അത് അഴിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പം ഇവിടേക്ക് അഴിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ഓയിലും എല്ലാ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇല്ലറ്റാണ് വാൽവിൻ്റെ ഈ 2 ഹോളും കൂടി ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം. അത് നിങ്ങൾ ഡീസലോ പെട്രോളോ ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ മതി. ഡീസൽ എടുക്കുന്നത് അത്ര നല്ലതല്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡും ഈ സംഭവമാണ് അവിടെ പോയി പ്ലേസ് ആകുന്നത്. അതൊന്ന് നല്ലപോലെ ക്ലീൻ ചെയ്താൽ മാനിഫോൾഡിൻ്റെ ക്ലീൻ ചെയ്തെടുക്കുക. ഒരുപാട് പണിയുണ്ട്. അപ്പം നമ്മളിതാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ചിലപ്പം ഇത് ഇങ്ങനെയാണ് പ്ലേസ് ആകുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഭാഗത്തൂടെ വെള്ളം ബ്രഷിനകത്തോട്ട് പൊടിയൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ബ്രഷ് ഓൾറെഡി അവിടെ കരി പിടിച്ചിരിക്കുമായിരിക്കും. പിന്നെ വെള്ളം ഇറങ്ങുമ്പോഴേക്കും ആ കരി എല്ലാം കൂടി കുഴഞ്ഞ് അവിടെ സ്റ്റക്കായതായിരുന്നു ബ്രഷ് ഇതിൻ്റെ. അങ്ങനെ സ്റ്റക്കായി പോയതായിരിക്കണം. അപ്പോഴാണ് ഞാനിവിടെ കുറച്ച് സീലൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളമോ പൊടിയോ ഒന്നും ഇതിൽ ഇറങ്ങണ്ട. ചിലപ്പം ഓയിലൊക്കെ ഫില്ല് ചെയ്യുമ്പോഴോ ഒക്കെ തെറിച്ചിട്ട് വീണാലായി ചിലപ്പോൾ ഉള്ളിലോട്ട് ഇറങ്ങിയേക്കാം. അതുകൊണ്ടാണ് കുറച്ച് സീലൻ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോഴും ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് WD-40 ഒക്കെ അടിച്ച് അതുണ്ടോ വാൽവ് അവിടെ കാണുന്നുണ്ട്. WD-40 അടിച്ച് ക്ലീൻ ചെയ്യാം. ഈ ഹോളൊക്കെ അത്രയ്ക്ക് ഫിനിഷിങ്ങിലൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ടാൽ മതി. അതേപോലെ തന്നെ ഈ മാനിഫോൾഡിൻ്റെ പുറകുവശത്ത് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ആദ്യം നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ കീ സ്വിച്ചിൽ നിന്ന് വരുന്ന പവർ സപ്ലൈയാണ് കൊടുക്കേണ്ടത്. ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇത് ഫിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമ്മൾക്ക് ആദ്യം ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന് കുറച്ച് ലെങ്ത് ഉള്ള കേബിളാണ്. അതിനുശേഷം നമ്മൾക്ക് മെയിൻ പവർ സപ്ലൈ ഇവിടെ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത് ഫിറ്റ് ചെയ്യുക. 8-ൻ്റെ സോക്കറ്റാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മൾക്ക് സ്റ്റാർട്ടറിൻ്റെ ഈ സൈഡിലുള്ള 2 ബോൾട്ടുകൾ ഇട്ട് കൊടുക്കാം. നമ്മൾ അഴിച്ച സാധനങ്ങളൊക്കെ കുറച്ച് എൻജിൻ ഓയിൽ എടുത്തിട്ട് അതിനകത്ത് ഇട്ട് വെക്കുക. അതിനുശേഷം ഇടാൻ വേണ്ടി നമ്മൾ നല്ലപോലെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത ശേഷം ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ ഒരെണ്ണമുണ്ട് തൊട്ട് താഴെ തന്നെ. ഇവിടെയായിട്ട് അടുത്തതുമുണ്ട്. ഇതിൻ്റെ സൈസ് 12ആണ്. 12 പിടിച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാം. നമുക്ക് മൊബൈൽ ഹോൾഡ് ചെയ്യാനൊരു സംവിധാനമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾക്ക് സീലൻ്റ് വയ്ക്കുകയോ അതേപോലെ തന്നെ ഗ്യാസ്കറ്റ് ഒന്നുമില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് 2 ഇവിടെയാണ്. നമ്മൾക്ക് അടിയിൽക്കൂടെ വന്ന് അഴിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾക്ക് ഈ മാനിഫോൾഡും ഇതൊക്കെ അഴിക്കുന്ന കാരണം നമ്മൾക്ക് മുകളിൽ തന്നെ നമ്മൾക്ക് ഇതിന് ആക്സസ് ഉണ്ട്. ഇത് 2 ഈക്വലായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ടറിൻ്റെ ഈ സൈഡിൽ നിന്നുള്ള ബോൾട്ടുകൾ ഇട്ടിട്ടുണ്ട്. ഒരെണ്ണം ലെന്ത് കൂടുതലും കുറവായിരിക്കും. ലെന്ത് കൂടുതലുള്ളത് ഇവിടെ ഇടുക, കുറവുള്ളത് അവിടെ ഇടുക. അതേപോലെ തന്നെ മെയിൻ സപ്ലൈ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടൈറ്റ് ചെയ്യുമ്പം ഈ സപ്ലൈയുടെ സംഭവങ്ങളൊക്കെ ഒരുപാട് ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് പിടിച്ച് നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് നിർത്തിയാൽ മതി. ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്, ചിലപ്പോൾ ഇതെല്ലാം കൂടി പൊട്ടിപ്പോകും. ഇനി നമുക്ക് ഇനി നമുക്ക് ഓയിൽ ഫിൽറ്റർ സെറ്റ് ചെയ്യാം. ഈ ഭാഗം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതാണോ എന്ന് ചെക്ക് ചെയ്യണം. നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത സംഭവമാണ്. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വിരൽ വെച്ച് നോക്കുക, എന്തെങ്കിലും തടയുന്നുണ്ടോ എന്ന് ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. ഇനി നമുക്ക് ഓയിൽ ഫിൽറ്ററാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഇതിലെഴുതിയിട്ടുണ്ട് ഓയിൽ നിറയ്ക്കുക. ഇതിങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്ന കാരണം ഓയിൽ നിറച്ചതിന് ശേഷം വയ്ക്കാൻ പറ്റത്തില്ല. മറ്റുള്ള വണ്ടികളാണെങ്കിൽ ഓയിൽ നിറച്ചതിന് ശേഷം ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. അതിന് ശേഷം ഫിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെയെല്ലാം നല്ല രീതിയിൽ ഓയിൽ തടവി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഓയിൽ നിറച്ചതിന് ശേഷം ഡ്രെയിൻ ചെയ്തതാണ്. ഇനി നമ്മൾക്കിത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും കാണിച്ചു തരാം, ഈ ഒരു സാധനം ഇട്ട് പിടിക്കരുത്. റിഞ്ച് ഇട്ട് പിടിക്കാൻ പാടില്ല. ടൈറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നിങ്ങളുടെ കൈ കൊണ്ട് മാക്സിമം എത്ര ടൈറ്റ് ചെയ്യാവോ അത്ര മാത്രമേ ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. അഥവാ ഇനി എന്തെങ്കിലും അതിന് ശേഷം വണ്ടി റണ്ണും ചെയ്ത് ഓടിച്ച് നോക്കിയതിന് ശേഷം എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ ഒരു 90 ഡിഗ്രി മാത്രം, അതായത് ഒരു 1/4 ടേൺ മാത്രം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നോക്കുക, പഴയ എയർ ഫിൽറ്റർ ഓയിൽ ഫിൽറ്ററാണ്. ഇതിൻ്റെ ഈ റബ്ബർ പാഡ് നോക്കുക. മാക്സിമം നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടി റിഞ്ച് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുവാണെങ്കിൽ ഇത് ടൈറ്റ് ആയിക്കൊണ്ടേയിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റബ്ബറാണിത്. റബ്ബർ അകത്തോട്ട് അമങ്ങി ടൈറ്റ് ആയിക്കൊണ്ട് ഇത് പുതിയത്. ഇത് നോക്കുക, ഇത്രത്തോളം റബ്ബർ പുറത്തോട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഇവർ പിടിച്ച് ഫുള്ള് ടൈറ്റ് ചെയ്ത് കാരണമാണ് ഇത്രയും അകത്തോട്ട് പോയി. ഇത് ഊരിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവസാനം ഇത് വെട്ടിപ്പൊളിക്കേണ്ടി വരുമെന്ന് വരെ സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹാൻഡ് ടൈറ്റിൽ മാത്രം നിർത്തുക. മാനിഫോൾഡിൻ്റെ അകത്തുള്ള റിങ്ങുകൾ രണ്ടും ഇടുക. അത് നമ്മൾ ഊരിയെടുത്ത് ക്ലീൻ ചെയ്തായിരുന്നു. 2 എണ്ണം അതേപോലെ തന്നെ പ്ലേസ് ചെയ്യുക. ഇനി നമ്മൾക്കത് ടൈറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ അടിയിൽ വന്നിട്ട് ഇവിടെ 2 ബോൾട്ട് ഇടാനുണ്ട്. ഈ മാനിഫോൾഡ് അഴിച്ചെടുക്കാൻ വേണ്ടി ഇവിടെ കണ്ടോ, ഇവിടെ ഉണ്ട്, ഇതിൻ്റെ തൊട്ടപ്പുറയുണ്ട്. 12ൻ്റെ 2 എണ്ണമാണ്. ഇത് നിങ്ങൾക്ക് ചെറിയ ടീ സ്പാനറോ അല്ലെങ്കിൽ ബോക്സ് ടൈപ്പ് സംഭവങ്ങൾ ഉപയോഗിച്ച് ഇടാവുന്നതാണ്. 2 എണ്ണം ഉണ്ട് ഇവിടെയും അവിടെയും. ഇത് 2 എണ്ണം ഊരിയാൽ മാത്രമേ ഈ മാനിഫോൾഡ് മുകളിലോട്ട് നമുക്ക് തള്ളിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഈ സൈഡിലുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വാട്ടർ പൈപ്പൊക്കെ കണക്ട് ചെയ്തു. വാട്ടർ പൈപ്പ് കണക്ട് ചെയ്യുമ്പം ലൂസൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് അന്നാബോണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അന്നാബോണ്ട് സീലിൻ്റെ ഗ്രേ കിട്ടും. ഇതൊരെണ്ണം വാങ്ങി വെച്ചോളൂ. 60 രൂപയാണ് ഇതിൻ്റെ വില. അതൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം പൈപ്പ് ഇടുക. അതിന് ശേഷം ക്ലിപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഫിറ്റ് ചെയ്യാനുള്ളത് ഈ ഭാഗത്തുള്ള ത്രോട്ടൽ ബോഡിയും അതിനോടനുബന്ധിച്ച കുറച്ച് സെൻസറുകളുമാണ്. ഇതാണ് ത്രോട്ടൽ ബോഡി. ഏകദേശം ഒന്ന് ക്ലീനായി ഇരിക്കുന്നതാണ്. ഇത്രയൊക്കെ ക്ലീനാക്കിയാൽ മതി. നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാർബണൊക്കെ അടിഞ്ഞു കൂടിയിരിക്കുന്നത് ജസ്റ്റ് പെട്രോൾ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് ക്ലീനാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഫിറ്റ് ചെയ്യുമ്പം ഈ ആക്സിലേറ്ററിൻ്റെ ത്രോട്ടൽ ബോഡിയിലോട്ട് വരുന്ന കേബിൾ ആദ്യം കണക്ട് ചെയ്യണം. ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം ഇടാൻ വേണ്ടി. ഇതിട്ട് കഴിഞ്ഞ് കേബിൾ കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനി ആ പരിപാടിയും കൂടി ചെയ്യാം. ഇപ്പോൾ വണ്ടി റണ്ണിങ്ങിലിട്ടേക്കുവാണ്. ഏകദേശം ഒരു അരമണിക്കൂർ വേണം ഇത് റേഡിയേറ്റർ ഓൺ ആകാൻ വേണ്ടി. റേഡിയേറ്റർ ഓൺ ആയതിനു ശേഷം റേഡിയേറ്ററിലെ വെള്ളം ഒക്കെ ചെക്ക് ചെയ്യണം. വെള്ളമല്ല, കൂളൻ്റാണ് ഒഴിച്ചിരിക്കുന്നത്. വെള്ളം ഒരിക്കലും ഒഴിക്കാൻ പാടില്ല. കൂളൻ്റ് 100 രൂപയുള്ളൂ. 100 രൂപ 3:1 ആണ്. 3 ലിറ്റർ വെള്ളത്തിൽ 1 ലിറ്റർ കലക്കി മിക്സ് ചെയ്തെടുക്കുക. ഇതിനു മുമ്പ് അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻജിൻ വൈബ്രേഷനൊക്കെ തീരെ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇതിൻ്റെ ഐഡിയൽ റണ്ണിങ്ങിലുള്ള വേരിയേഷൻ വരുന്നത് ബാറ്ററി ലോ ആണെങ്കിൽ അങ്ങനെ സംഭവിക്കും. പെട്ടെന്ന് നിങ്ങൾ പോയി എൻജിൻ പണിയിൽ നിന്ന് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതേപോലെ തന്നെ ത്രോട്ടിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഐഡിയൽ റണ്ണിങ് വേരി ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കുക, വെള്ളമൊക്കെ എവിടെന്നെങ്കിലും ലീക്ക് ആവുന്നുണ്ടോ, അതേപോലെ തന്നെ ഓയിലൊക്കെ ലീക്ക് ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ തെർമോസ്റ്റാറ്റ് വാൽവ് തുറക്കത്തുള്ളൂ. അതേപോലെ തന്നെ റേഡിയേറ്ററിൻ്റെ ഫാന് ഓൺ ആകത്തുള്ളൂ. അതൊക്കെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യാം. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാം. നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നോക്കാം. എല്ലാം ഓക്കെ ആയിട്ട് വർക്കാവുന്നുണ്ട്. സെൽഫെല്ലാം നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ വരുവാണെങ്കിൽ അത് മൊത്തത്തിൽ മാറ്റാൻ നിൽക്കണ്ട. അതഴിച്ച് അതിൻ്റെ ബ്രഷും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക. അതേപോലെ തന്നെ സോളിനോഡിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് റെഡിയാക്കിയാൽ മതി. ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല റണ്ണിങ് ആവുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല.